വർഷത്തിൽ 2024 നിങ്ങളൊരു പുതിയൊരു സ്മാർട്ട് ഫോൺ മേടിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ക്രിസ്മസും ഹാപ്പി ന്യൂ ഇയറൊക്കെ അതിൻ്റെ പേരിൽ ഒരുപാട് ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. ഈ ഒരു ടൈമിൽ നിങ്ങളൊരു സ്മാർട്ട് ഫോൺ മേടിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ പഴയ ഫോണിൽ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാട്സപ്പിലെ ചാറ്റുകൾ, ഗ്രൂപ്പിൽ വന്ന ചാറ്റുകൾ, പേഴ്സണലായിട്ട് നിങ്ങൾ ചെയ്ത ചാറ്റുകൾ, ഈ ചാറ്റുകളൊന്നും നഷ്ടമാകാതെ പുതിയൊരു സ്മാർട്ട് ഫോണിലേക്ക് എങ്ങനെയാണ് മാറ്റേണ്ടത് എന്നാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്. യൂട്യൂബിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് കിടക്കുന്നുണ്ട്. പല വീഡിയോസ് കണ്ട് പലരും ചെയ്തിട്ട് അതിനൊന്നും റിസൾട്ട് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം. നമ്മുടെ വാട്സപ്പ് ചാറ്റുകൾ ഒരിക്കലും നഷ്ടമാകാത്ത രീതിയിൽ പുതിയൊരു ഫോണിലേക്ക് മാറ്റേണ്ട രീതിയിൽ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ അവസാനം വരെയും കാണുക. ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ഷെയറിംഗ് ആണ് പ്രതീക്ഷിക്കുന്നത്. മാക്സിമം എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ ആദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോണിലെ വാട്സപ്പ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത ശേഷം ഇതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെയായിട്ട് സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന സ്ക്രീനിൽ നമ്മൾ ഇവിടെ ചാറ്റ് സെലക്ട് ചെയ്യുക. പ്രൈവസിയുടെ താഴെയായിട്ട് ചാറ്റിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് താഴ്ഭാഗത്തേക്ക് പോന്നു കഴിഞ്ഞാൽ ചാറ്റ് ബാക്കപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഒരുപാട് ഓപ്ഷൻ എനേബിൾ ആയി കാണിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ. ബാക്കപ്പ് ടു ഗൂഗിൾ ഡ്രൈവ്, ഇവിടെ ഞാൻ ഡെയിലിയാണ് നേരത്തെ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഓപ്ഷനൊക്കെ പിന്നെ രണ്ടാമത് കാണുന്ന ഗൂഗിൾ അക്കൗണ്ട് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് കൃത്യമായിട്ട്. ബാക്കപ്പ് ടു യൂസിങ് സെല്ലുലാർ ഞാൻ എനേബിൾ ചെയ്തിട്ടുണ്ട്. ഇൻക്ലൂഡ് വീഡിയോയും ഇവിടെ എനേബിൾ ചെയ്തിട്ടുണ്ട്. എൻ ടു എൻക്രിപ്റ്റഡ് ബാക്കപ്പ് ഞാനിവിടെ ഓണാണ്. അപ്പോൾ ഇത്രയും സെറ്റിങ്സ് ആദ്യം നിങ്ങൾ ഉപയോഗിച്ചിരുന്ന ഫോണിൽ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ഏറ്റവും മുകൾ ഭാഗത്ത് കാണുന്ന ബാക്കപ്പ് എന്ന് പറയുന്ന ഭാഗം കൂടി നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കാരണം ഈ ഒരു ടൈമിലുള്ള ചാറ്റുകളും കൂടി നമുക്ക് ഒരു പർട്ടിക്കുലർ സമയത്തുള്ളത് നമുക്കിവിടെ ബാക്കപ്പ് ആവാൻ വേണ്ടിയാണ്. ഞാനിവിടെ ബാക്കപ്പ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുന്നു. നമുക്ക് ജസ്റ്റ് ബാക്കിലേക്ക് പോകാം. ഇപ്പം നമ്മുടെ വാട്സപ്പിലുള്ള എല്ലാ ഡാറ്റകളും നമ്മൾ പുതിയൊരു ഫോണിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതിനുവേണ്ടി നമ്മുടെ പുതിയതായി മേടിച്ചിരിക്കുന്ന സ്മാർട്ട് ഫോൺ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയ ശേഷം വാട്സപ്പ് ഇവിടെ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഈ വാട്സപ്പിൽ കൊടുത്തിരിക്കുന്ന അതേ മെയിൽ ഐ ഡി തന്നെ ആയിരിക്കണം ഫോണിൽ നിങ്ങൾ സൈൻ ചെയ്യാൻ വേണ്ടി. ഇതിനവിടെ വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ വാട്സപ്പ് ആപ്ലിക്കേഷൻ അവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഞാനിവിടെ ഓപ്പൺ ചെയ്യുകയാണ്. ഇവിടെ ഭാഷ ഇംഗ്ലീഷ് ഞാൻ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഒന്ന് അഗ്രി ആൻഡ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ പഴയ ഫോണിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പർ തന്നെ ഇവിടെ നിങ്ങൾ കൃത്യമായി എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ടൈപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഒന്ന് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഞാനിവിടെ കൺട്രി ഇന്ത്യ സെലക്ട് ചെയ്യുന്നു. ഒന്ന് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിലേക്ക് ഒരു 1 ടൈം പാസ്വേഡ് വന്നിട്ടുണ്ട് മെസ്സേജായിട്ട്. ഞാനിവിടെ കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുത്തേക്കുന്നത്. തുറന്ന് വരുന്ന സ്ക്രീനിൽ നിങ്ങളിവിടെ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പെർമിഷൻ അലോ ടിക്ക് ചെയ്യുക. ഇവിടെ റേഞ്ച് പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ടാണ് ഇത്രയും താമസം വരുന്ന. നല്ല രീതിയിൽ ഡാറ്റ കണക്റ്റ് ആയി പെട്ടെന്ന് ആവുന്നതാണ്. തുടർന്ന് റീസ്റ്റോർ എന്ന് പറയുന്ന ഭാഗത്ത് ഞാനവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ എൻ ടു എൻക്രിപ്റ്റഡ് ബാക്കപ്പ്, ഞാനിവിടെ ഒരു ബാക്കപ്പ് കോഡ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ ഒരു പാസ്വേഡ് ഞാനിവിടെ ടൈപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ വാട്സപ്പിൽ നിങ്ങൾ എനേബിൾ ചെയ്തിട്ടുണ്ട്. 2 സ്റ്റെപ്പ് വെരിഫിക്കേഷനും എൻ ടു എൻക്രിപ്റ്റഡ് എല്ലാം എങ്കിൽ ആ ഒരു പാസ്വേഡ് കൃത്യമായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ചാറ്റുകളെല്ലാം ഇവിടെ റീസ്റ്റോർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ പഴയ ഫോണിൽ കിടന്ന എല്ലാവിധ ചാറ്റുകളും പുതിയൊരു ഫോണിലേക്ക് ഒരു ചാറ്റ് പോലും നഷ്ടമാകാതെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റീസ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.